ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. UDF സർക്കാരിന്റെ സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് ആവേശോജ്വലമായ സ്വീകരണം. ആദ്യമെത്തിയ KSRTC ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും മധുരം നൽകി സ്വീകരിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി KSRTC ബസ്സുകൾക്ക് ഒറ്റപ്പാലത്ത് പ്രൗഢമായ വരവേൽപ്പ് നൽകി. സർക്കാർ നടപ്പിലാക്കുന്ന ആദ്യ ജനകീയ പദ്ധതിയെ അതീവ ആവേശത്തോടെയാണ് ജനങ്ങളും UDF പ്രവർത്തകരും ഏറ്റെടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ വെച്ച് UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രിയദർശിനി ബസ്സുകൾക്കുള്ള സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ കയറി ദിവസങ്ങൾക്കകം ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ പലതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ചരിത്രപരമായ ഒരു തീരുമാനമാണ് കേരള സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഈ പ്രഖ്യാപനം കേരളത്തിന്റെ ചരിത്രത്തിലെ വലിയ ഒരു നാളുകളും ചരിത്രത്തിന്റെ തീരുമാനവുമാണ്. ആ തീരുമാനത്തിൽ കേരളത്തിലെ ലക്ഷോപലക്ഷം സ്ത്രീകൾ അതിന്റെ ആനുകൂല്യങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുതൽ അനുഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ നിരന്തരമായി ഒട്ടനവധി ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിന്റെ പുതിയ VD സതീശന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ കേരള സംസ്ഥാനത്തെ എല്ലാ മേഖലയിലും KSRTC ഓർഡിനറി ബസ്സുകൾക്ക് സ്വീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സൗജന്യ യാത്രാ പ്രഖ്യാപനത്തിന് ശേഷം ഒറ്റപ്പാലം സ്റ്റാൻഡിലേക്ക് ആദ്യമായി എത്തിയ KSRTC ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും UDF നേതാക്കൾ ഷാളണിയിച്ച് ആദരിച്ചു. തുടർന്ന് ബസ്സിലെ യാത്രക്കാർക്കും KSRTC ജീവനക്കാർക്കും ലഡു വിതരണം ചെയ്ത സന്തോഷം പങ്കിട്ടു. UDF നേതാക്കളായ NK ജയരാജൻ, PMA ജലീൽ, PP മുഹമ്മദ് കാസിം, തോമസ് ജേക്കബ്, മുഹമ്മദ് അലി നാലകത്ത് തുടങ്ങിയവർ സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് പദ്ധതിയുടെ ഗുണം പൂർണ്ണമായും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി.